ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിലാവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ എബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് എർത്ത്? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് സഹായകമായ മാർഗങ്ങൾ എന്തെല്ലാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കി നോക്കാം. ആൻസർ എന്താണ്? ത്രൂ വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അടുത്തത്, ഡാറ്റ കളക്റ്റഡ് ഫ്രം മൈൻസ്, ഖനികളിൽ നിന്ന്. മൈന് പറഞ്ഞ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ വിവരങ്ങൾ. ഫ്രം വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത്, ഭൂകമ്പ തരംഗങ്ങൾ വഴി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് റിവർ വാലി സിവിലൈസേഷൻ, നദീതട സംസ്കാരങ്ങളുടെ പൊതു സവിശേഷതകൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ്, കോമൺലി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ബ്രോൺസ് ടൂൾസ് ഉപയോഗിക്കുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഹാരപ്പൻ, മെസോപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻസ്. അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദീസ് civilization. They had expertised in architecture. Most of them used system of writing. Okay. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം വെങ്കലയുഗ സംസ്കാരം. വേറെ കൂടാതെ ഈജിപ്ഷ്യ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, മെസപ്പൊട്ടാമിയ സംസ്കാരം. ഇവരുടെ ഒക്കെ അടിത്തറ എന്തായിരുന്നു? അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയായിരുന്നു. പിന്നെ എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെജിസ്ലേഷൻ ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ്. സ്റ്റേറ്റ് ഓഫ് ദ അതർ ഫങ്ഷൻ ഓഫ് ദ പാർലമെൻറ്റ്. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. മറ്റ് ചുമതലകൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചത്. എന്തിൻ്റെ? പാർലമെൻറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ എന്താ? കൺട്രോൾ ഓവർ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. ഇലക്ട്രൽ ഫങ്ഷൻ, തിരഞ്ഞെടുപ്പ് ചുമതല. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭരണഘടനാ ഭേദഗതി. ഇത്തരം 3 കാര്യങ്ങൾ പാർലമെൻറ്റിൻ്റെ ചുമതലകളാണ്. ഓക്കെ, അടുത്തതിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എവിഡൻസസ് ഫോർ ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദ പാലിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിൽ സാങ്കേതിക രംഗത്ത് മനുഷ്യൻ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. എന്തൊക്കെയായിരിക്കും നോക്കാം. സ്റ്റോൺ സ്റ്റാച്യൂസ് വർ മെയ്ഡ്, കല്ലുകൊണ്ടുള്ള പ്രതിമകളുണ്ടാക്കി. പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ഹോൺസ് ആൻഡ് ബോൺസ് ഓഫ് അനിമൽസ്, ഡോഗ്സ് ആൻഡ് കേവ്സ്. മൃഗങ്ങളുടെ എല്ലുകളും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ഒക്കെ എന്താണ് ചിത്രങ്ങൾ വരച്ചു. അതെല്ലാം ഉപയോഗിച്ചിട്ട്. ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മൗൾഡഡ് ഫ്രം ക്ലേ, കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. വെസൽസ് വെർ വോവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ, മരനാര് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ചു. ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെർ മെയ്ഡ്, ആനക്കൊമ്പ്, എല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്, എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.